ഇടുക്കി മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക, മാങ്കുളം DFOയ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ സമരം തുടരുന്നു. വിരിമ്പാറയിലെ DFO ഓഫീസിന് മുന്നിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരം ഇന്ന് 9ാം ദിവസം പിന്നിട്ടു. പ്രശ്നപരിഹാരം കാണും വരെ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. മാങ്കുളത്ത് വനം വകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക, മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക, മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക, രാജപാത തുറക്കുക, മാങ്കുളം DFOയെ സ്ഥലം മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് വിരിപാറയിലെ DFO ഓഫീസിന് മുമ്പിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരത്തിലൂടെ മാങ്കുളം ജനകീയ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. റിലേ സത്യാഗ്രഹ സമരം 9ാം ദിവസം പിന്നിട്ടു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ആദ്യ ദിനം സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. നിലവിൽ ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയാണ് സമരം തുടരുന്നത്. 9ാം ദിവസമായ ഇന്നലെ പഞ്ചായത്തിലെ 8ാം വാർഡായ പാമ്പുംകൈ മേഖലയിൽ നിന്നുള്ള ആളുകളായിരുന്നു സമരത്തിൽ പങ്കെടുത്തത്. മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PD ജോയ് സമരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിപിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിയിൽ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് കുട്ടി ജെ ഒഴുകിയിൽ തുടങ്ങിയവർ സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച് സംസാരിച്ചു. ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുവന്ന് വിടുക, അങ്ങനെ കൊണ്ടുവന്ന് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ 8 ഏക്കറും 10 ഏക്കറും 50 ഏക്കറും ഒക്കെ ഉള്ള ചെറിയ കാടുകൾ ജനവാസ മേഖലയ്ക്കകത്ത് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ പേര് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റുമുള്ള മുഴുവൻ പ്രദേശത്തെ കൃഷിഭൂമികൾ നശിപ്പിക്കാനായിട്ട് സാധിക്കും. മാങ്കുളം ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കാരാട്ട് കോച്ചറയ്ക്കൽ, ജനകീയ സമരസമിതി ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും 9ാം ദിവസത്തെ സമരത്തിൽ സംബന്ധിച്ചു. വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റിതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സമരത്തിന് മികച്ച ബഹുജന പങ്കാളിത്തമാണ് ലഭിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തൃശൂർ പാലിയക്കരയിൽ വാഹന പരിശോധനയ്ക്കിടെ പിക്കപ്പിൽ കടത്തിയ 1000കണക്കിന് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ്